സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ദൈവം അനാഥർക്കും പിതാവാകുന്നു. സങ്കീർത്തനം 68-5 വാക്യം. വേദോസം നമ്മൾ മറന്നു കളഞ്ഞവരെയും ഒഴിവാക്കപ്പെട്ടവരെയും ദൈവം തേടിപ്പോകുന്നതാണ്. എന്നെ എന്ന് വരികിലും ചില വിശ്വാസികൾക്ക് ഈ ജീവിതത്തിൽ തങ്ങളെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവരായും ബലഹീനായും തോന്നാം. അവരോട് കൂടെ ഇരിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം അനാഥർക്ക് പിതാവാകും. സങ്കീർത്തനം 68-5 വാക്യം. നിശ്ചയത്താലും ദുരിതത്താലും നാം ഒറ്റപ്പെടുമ്പോൾ ദൈവം അവിടെ തന്നെയുണ്ട്. നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് വന്ന് അവൻ നമുക്ക് സമാധാനം തരുന്നു. നിശ്ചയമായും ദൈവം ഏകാഗികളുടെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. യേശുവിൽ മറ്റു വിശ്വാസികൾ കൂടിച്ചേരുന്നതാണ് നമ്മുടെ ആത്മീയ കുടുംബം. നമ്മുടെ ഏകാന്തത ഉപേക്ഷിപ്പാൻ, നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ച, അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കഥകൾ എന്തു തന്നെയായിരുന്നാലും നാം സ്നേഹിക്കപ്പെടുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ദൈവത്തോട് കൂടെ നാം ഒരിക്കലും പിതാവായിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ടെന്നതുകൊണ്ടും അവിടെ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നതുകൊണ്ടും എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ നിങ്ങൾ ആഴത്തിലുള്ള ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റുന്നത്? പ്രാർത്ഥിക്കും. പിതാവായ ദൈവമേ, എനിക്ക് നല്ലവനും സത്യവാനും ഒരിക്കലും ഉപേക്ഷിക്കാത്തതുമായ ഒരു പിതാവിന് വേണം. അങ്ങനെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പിതാവായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.